കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ അസോസിയേഷന് ചേർത്തലയിൽ പുതിയ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി വി പ്രസാദ് നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ അസോസിയേഷന്റെ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ 1ാം നിലയുടെ ശിലാസ്ഥാപനമാണ് മന്ത്രി നിർവഹിച്ചത്. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ TS അജയ്കുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശോഭ ജോഷി, എലിക്കുട്ടി ജോൺ, AS സാബു, മാധുരി സാബു, G രഞ്ജിത്ത്, ചേർത്തല DEO റോഷ്ന അലിക്കുഞ്ഞ് KAS, ജില്ലാ സ്കൗട്ട് കമ്മീഷണർ അഡ്വക്കേറ്റ് K രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ചെലുത്തുന്ന സ്വാധീനം ചെറുതാണ്. അവരെ മെച്ചപ്പെട്ട നിലയിലേക്ക് ജീവിതത്തിൽ മികവാർന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്നതിനും ഉപകരിക്കുന്ന തരത്തിലുള്ള പരിശീലനമാണ് ഇതിൻ്റെ ഭാഗമായി ലഭ്യമാകുന്നത്. നമ്മുടെ ചെറുപ്പം വഴിതെറ്റുന്നു, പ്രയാസങ്ങളും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നു എന്നുള്ളത് എപ്പോഴും കേൾക്കുന്ന ഒരു വാചകമാണ്. പതിവായി കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നത് ഇതേപോലെയുള്ള സംഘടനകളുടെ പ്രവർത്തനം തന്നെയാണ്. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന സംഘടനയ്ക്ക് നമ്മുടെ ഒരു യുവതലമുറയെ ശരിയാവണ്ണം വാർത്തെടുക്കാൻ സഹായകമാവുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രവർത്തനം മെച്ചപ്പെട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. ആധുനിക രീതികൾക്കനുസരിച്ചുള്ള സംവിധാനങ്ങൾ എടുക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ എടുക്കുമ്പോൾ മാത്രമേ മെച്ചപ്പെട്ട ഒരു സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനെ നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ 30 ലക്ഷം രൂപ അനുവദിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ ഈ ഫണ്ട് അനുവദിക്കുക ഒരു ആസ്തി വികസന ഫണ്ട്, വികസനം എന്ന തരത്തിൽ വേണമെങ്കിൽ കെട്ടിടത്തെ കണക്കാക്കാം. ഞാൻ ആ കെട്ടിടത്തിന് വേണ്ടി കൊടുക്കുന്നു എന്നുള്ള തരത്തിലല്ല, ഇങ്ങനൊരു സംവിധാനം നന്നായി ചേർത്തലയിൽ പ്രയോജനപ്പെടേണ്ടതുണ്ട് എന്നുള്ളതിനാണ് ആ കെട്ടിടം നൽകണമെന്ന് തീരുമാനിച്ചത്. ഒരു കെട്ടിടം ഉണ്ടായി, അതിനകത്ത് പേരൊക്കെ അച്ചടിച്ച് വെക്കുമ്പോൾ എഴുതി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോമാഞ്ചം കൊള്ളുന്ന അപ്പുറത്തേക്ക് 2 കുട്ടികളുടെ അച്ഛൻ എന്നുള്ള തരത്തിൽ കൂടി ഈ കാര്യത്തിനകത്ത് ഒരു തലമുറയെ ശരിയാവണ്ണം മുന്നോട്ടേക്ക് നയിക്കാൻ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമാവേണ്ടതുണ്ട്. അവരെ മെച്ചപ്പെട്ട രീതിയിൽ പരിശീലനങ്ങളും മറ്റും നൽകി അവരെ കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനാവശ്യമായ ഒരു സംവിധാനം ഒരുക്കാണ്ട് നമുക്കെല്ലാം നടക്കണം എന്ന് പറയേണ്ട കഥയില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനൊരു കെട്ടിടം സൗകര്യങ്ങൾ ഉണ്ടാകണം എന്ന് ആലോചിച്ചത്.